DGP TP സെൻകുമാറിന്റെ പോലീസ് ആസ്ഥാനത്തെ സ്ഥലം മാറ്റം അപ്രായോഗികമെന്ന് സർക്കാർ. ജൂനിയർ സൂപ്രണ്ട് ബീനാകുമാരി അടക്കം 7 പേരും പഴയ സ്ഥാനത്ത് തുടരും. നിലവിലുള്ളവരെ മാറ്റുന്നത് ഉചിതമല്ല എന്നാണ് സർക്കാർ വിലയിരുത്തൽ. ജൂനിയർ സൂപ്രണ്ട് VN ബീനാകുമാരി അടക്കം 7 പേരെയാണ് DGPയായി ചുമതലയേറ്റതിന് തൊട്ടുപിന്നാലെ TP സെൻകുമാർ പോലീസ് ആസ്ഥാനത്ത് നിന്നും സ്ഥലം മാറ്റിയത്. DGP നടത്തിയ സ്ഥലം മാറ്റം പ്രായോഗികമല്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. നിലവിലുള്ളവരെ മാറ്റുന്നത് ഉചിതമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജീവനക്കാരോട് പഴയ സ്ഥാനത്ത് തുടരാൻ സർക്കാർ നിർദ്ദേശിച്ചു. സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ ജീവനക്കാർ ചീഫ് സെക്രട്ടറിക്ക് പരാതിയും നൽകിയിരുന്നു. പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് സ്ഥലമാറ്റമെന്നായിരുന്നു പരാതി. അതീവ ഗൌരവ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്ന T വിഭാഗത്തിൽ നിന്നാണ് ജൂനിയർ ബീനാകുമാരിയെ U വിഭാഗത്തിലേക്ക് മാറ്റിയത്. അതിന് തൊട്ടുപിന്നാലെ അവരെ SAPയിലേക്കും മാറ്റിയിരുന്നു. പോലീസ് ആസ്ഥാനത്ത് 3 വർഷമാകാതെ സ്ഥലം മാറ്റാനാകില്ല എന്ന മാനദണ്ഡവും ADGP കൈകാര്യം ചെയ്യേണ്ടതും ഒപ്പുവെക്കേണ്ടതുമായ ഫയൽ സെൻകുമാർ നേരിട്ട് ഒപ്പുവെച്ചുമായിരുന്നു ഉത്തരവിറക്കിയത്. DGP സെൻകുമാറിന്റെ വിശ്വസ്തനെയായിരുന്നു ബീനാകുമാരിക്ക് പകരമായി നിയമിച്ചതും. ചട്ടം ലംഘിച്ചുള്ള ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാരും വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് ആസ്ഥാനത്തെ ജൂനിയർ സൂപ്രണ്ടിനെ മാറ്റിയതിൽ സെൻകുമാർ സർക്കാരിന് വിശദീകരണം നൽകി. സ്ഥലം മാറ്റത്തിൽ തെറ്റില്ലെന്ന് സെൻകുമാർ ആഭ്യന്തര സെക്രട്ടറിക്ക് വിശദീകരണം നൽകി. പോലീസ് ആസ്ഥാനത്തെ കോൺഫിഡൻഷ്യൽ സെക്ഷനിലെ ജൂനിയർ സൂപ്രണ്ടായ ബീനയെ സ്ഥലം മാറ്റിയ തന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് DGP സെൻകുമാറിന്റെ പക്ഷം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സെൻകുമാർ ആഭ്യന്തര സെക്രട്ടറി സുബ്രത വിശ്വാസിന് വിശദീകരണം നൽകി. ഒരേ ദിവസം 2 സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റിയത് സെൻകുമാറിന്റെ പ്രതികാര നടപടിയാണെന്നാണ് ബീന നേരത്തെ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് മുമ്പ് പുറത്തിറക്കിയ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് DGP നടത്തിയതെന്നും ബീന പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ബീനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി സെൻകുമാറിനോട് വിശദീകരണം ചോദിച്ചത്. പുതിയ വിശദീകരണത്തോടെ DGPയും DGPക്ക് കീഴിലെ ജൂനിയർ സൂപ്രണ്ടും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിനാണ് പോലീസ് ആസ്ഥാനം സംജാതമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി. സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ പോലീസ് സ്റ്റേഷനുകൾക്കെല്ലാം ഒരേ കമ്പനിയുടെ പെയിന്റ് അടിക്കാൻ ബെഹ്റ നിർദ്ദേശം നൽകിയെന്നതാണ് ഹർജിക്കാരനായ പായച്ചിറ നവാസിന്റെ ആരോപണം. പരാതിയിൽ വിജിലൻസ് ഈ മാസം 20-നകം വിശദീകരണം നൽകണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. ഹർജി ഈ മാസം 20-ന് വീണ്ടും പരിഗണിക്കും. CPIക്കെതിരെ കേരള കോൺഗ്രസ് M. CPI മലർന്നു കിടന്നു തുപ്പരുതെന്ന് കേരള കോൺഗ്രസ് M. ഔദാര്യം കിട്ടിയ പാർലമെന്റ് സീറ്റ് വിറ്റവരാണ് CPIക്കാർ. CPIയുടെ ഉപദേശം തങ്ങൾക്ക് ആവശ്യമില്ലെന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ വിമർശനം. കണ്ണൂർ പഴയങ്ങാടിയിൽ RSS പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചു. കക്കമ്പാറ ചൂരക്കാട് സ്വദേശി ബിജുവാണ് മരിച്ചത്. പയ്യന്നൂരിനടുത്ത് പാലക്കോട് പാലത്തിന് സമീപം വൈകിട്ട് 3:45-നാണ് സംഭവം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP ശനിയാഴ്ച കണ്ണൂർ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നോവ കാറിലെത്തിയ സംഘം ബൈക്കിൽ വരികയായിരുന്ന ബിജുവിനെ ഇടിച്ചു വീഴ്ത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. കഴുത്തിന് വെട്ടേറ്റ ബിജു രക്തം വാർന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. മൃതദേഹത്തിൽ നിരവധി വെട്ടുകളേറ്റിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. പയ്യന്നൂർ ധനരാജ് വധക്കേസിലെ 12-ാം പ്രതിയായ ബിജു അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ PG സീറ്റുകളിലേക്കുള്ള ഫീസ് ഏകീകരിച്ചു. എല്ലാ കോളേജുകളിലും 14 ലക്ഷം രൂപയാണ് PG സീറ്റിലെ ഫീസ്. ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മീഷനാണ് ഫീസ് ഏകീകരിച്ചത്. ക്രിസ്ത്യൻ അസോസിയേഷന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ ദിവസം സ്വന്തം നിലയ്ക്ക് PG സീറ്റിലെ ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫീസ് ഏകീകരിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ലക്നൌ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. അടച്ചുപൂട്ടിയ UPയിലെ അറവുശാലകൾക്ക് ലൈസൻസ് നൽകാൻ ലക്നൌ ഹൈക്കോടതി ഉത്തരവിട്ടു. ഭക്ഷണം ആരും നിയന്ത്രിക്കേണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. വരുന്ന കച്ചവടക്കാർക്ക് ആശ്വാസമേകിയാണ് ലക്നൌ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അധികാരത്തിലെത്തിയ ഉടൻ അനധികൃതമെന്ന പേരിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടച്ചുപൂട്ടിയ അറവുശാലകൾക്ക് ലൈസൻസ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഭക്ഷണം ആരും നിയന്ത്രിക്കേണ്ടെന്ന് പറഞ്ഞ ഹൈക്കോടതി ആധുനിക സജ്ജീകരണങ്ങളോടെ അറവുശാലകൾ നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് വ്യക്തമാക്കി. ആ ചുമതലയിൽ നിന്നും ആരും ഒളിച്ചോടേണ്ടതില്ലെന്നും ഉത്തർപ്രദേശ് സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. മാർച്ച് 19-ന് അധികാരമേറ്റ ഉടനെയാണ് യോഗി ആദിത്യനാഥ് ലൈസൻസ് ഇല്ലെന്ന കാരണം പറഞ്ഞ് എല്ലാ അറവുശാലകളും അടച്ചുപൂട്ടിയത്. ലൈസൻസ് ഉള്ളവ പോലും അടച്ചുപൂട്ടിയതായി ഹർജിയിൽ കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടി. ഇതിന് സർക്കാർ നൽകിയ വിശദീകരണം തള്ളിയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അറവുശാലകൾ തുറക്കാൻ നേരത്തെ UPയിലെ കച്ചവടക്കാർ ബന്ദ് നടത്തിയിരുന്നു.
സംഘപരിവാർ സംഘടനകൾ പശുകടത്ത് ആരോപിച്ച് കൊലപാതകം നടത്തിയതും യുപിയിൽ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലം നെടുമ്പന പഞ്ചായത്തിലെ നല്ലിലയിൽ ബീഫ് വിൽപ്പനശാല പൂട്ടിക്കാൻ ബിജെപിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ. ബിജെപിയുടേത് വർഗീയ അജണ്ടയാണെന്ന് ആരോപിച്ച് സിപിഐഎം ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചു. നല്ലില ചന്തയിലെ ബീഫ് വിൽപ്പനശാലയ്ക്ക് ലൈസൻസ് ഇല്ലാത്തതിനാലാണ് പൂട്ടിക്കാൻ ഹർത്താൽ നടത്തുന്നതാണ് ബിജെപി പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം. കാലാകാലങ്ങളായി നല്ലില ചന്തയിൽ പ്രവർത്തിക്കുന്ന ബീഫ് വിൽപ്പന കേന്ദ്രത്തിനെതിരെയാണ് ബിജെപിയുടെ ഹർത്താൽ. ബീഫ് കട നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. നെടുമ്പന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ചന്ത. എന്നാൽ ഇവിടെ ബീഫ് വിൽപ്പനശാലയ്ക്കുള്ള ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ബിജെപി ആരോപിച്ചു. അപ്പോൾ ഈ നികുതി വെട്ടിച്ചുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഈ ഇറച്ചിവെട്ടിന്റെ മറവിൽ നടക്കുന്നത്. എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്ന് സിപിഐഎമ്മിന്റെ നല്ലില പഞ്ചായത്ത് അംഗവും സിപിഐഎം ഡിവൈഎഫ്ഐ നേതാക്കളും പറഞ്ഞു. ഇത് അനാവശ്യമായിട്ട് ചില RSSന്റെയും അല്ലെങ്കിൽ ബിജെപിയുടെയും വർഗീയവാദികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹർത്താൽ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇതിനെ പർവ്വതീകരിച്ച് ഇവിടെ ഒരു വഷളാക്കി ഒരു ജാതി വ്യവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ബിജെപിയുടെയും RSSന്റെയും അജണ്ട അവർ നടപ്പാക്കുകയാണ്. ഇല്ല, വടക്കേന്ത്യയിലൊക്കെ നടക്കുന്ന മാതിരി ഇവിടെയും അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക. ബിജെപി ഹർത്താലിനെതിരെ സിപിഐഎം ബീഫും കപ്പയും ഉണ്ടാക്കി വിതരണം ചെയ്തു. ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് ആസ്ഥാനം ഉപരോധിച്ചു. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹർത്താലിന്റെ മറവിൽ കോട്ടയത്ത് RSS അതിക്രമം. ഹർത്താൽ അനുകൂലികൾ ചെങ്ങളം വില്ലേജ് ഓഫീസ് ആക്രമിച്ചു. ഫയലുകൾ കീറിയെറിഞ്ഞ അക്രമി സംഘം തടയാനെത്തിയ ജീവനക്കാരനെ അടിച്ചു വീഴ്ത്തി. സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയവരെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. ഹർത്താലിന്റെ മറവിൽ കുമരകത്തും കോട്ടയം നഗരത്തിലും ബിജെപി RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് നയിച്ച ജാഥയിൽ പങ്കെടുത്തവർ നഗരത്തിൽ സ്ഥാപിച്ച സിപിഐഎമ്മിന്റെ കൊടിതോരണങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. തിരുനക്കര മൈതാനത്തെ വഴിവിളക്ക് തകർത്തു. കോട്ടയം തിരുനക്കരയിൽ കാറിന് കല്ലെറിഞ്ഞ RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെങ്ങളം വില്ലേജിലേക്ക് അതിക്രമിച്ചു കയറിയ ഹർത്താൽ അനുകൂലികൾ ഫയലുകൾ കീറിയെറിഞ്ഞു. തടയാനെത്തിയ ജീവനക്കാരനെയും ആക്രമിച്ചു. പരിക്കേറ്റ രാജേഷ് കുമാറിനെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിജെപിയുടെ ഹർത്താലിന് വന്നിരുന്ന് ജോലി ചെയ്യാൻ ധൈര്യമുള്ളവനാണോടാന്ന് ചോദിച്ചായിരുന്നു അവരാക്രമിച്ചത്. തലക്കിട്ടടിക്കുകയും പുറത്തിട്ട് ചവിട്ടുകയും പിന്നെ കൈയിരുന്ന ഫയൽ വലിച്ചു കീറി ദൂരെ എറിയുകയൊക്കെ ചെയ്യുകയുണ്ടായി. രാവിലെ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളും പ്രാദേശിക സർവീസ് നടത്തുന്ന KSRTC വാഹനങ്ങളും RSS ബിജെപി പ്രവർത്തകർ തടഞ്ഞതും പോലീസുമായി വാക്കേറ്റത്തിനിടയാക്കി. നഗരത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും ഗ്രാമപ്രദേശങ്ങളെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. MG സർവകലാശാലയുടെ പരീക്ഷകളും മുടക്കമില്ലാതെ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പുകളിൽ ആർക്കാണ് വോട്ട് പതിഞ്ഞതെന്ന് രേഖപ്പെടുത്തിയ സ്ലിപ്പ് വോട്ടർമാർക്ക് നൽകുന്ന VVPAT സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു തരത്തിലും തിരിമറി സാധ്യമല്ലെന്ന് സർവകക്ഷി യോഗത്തിൽ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരിമറി നടത്താൻ കഴിയുമോ എന്ന കാര്യം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 7 ദേശീയ പാർട്ടികളുടെയും 35 സംസ്ഥാന പാർട്ടികളുടെയും പ്രതിനിധികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ വോട്ടിംഗ് യന്ത്രത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു. വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപകമായ കൃത്രിമം നടക്കുന്നുവെന്ന പരാതി 16 പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ ഉന്നയിച്ചു. പഴയ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരിച്ചുപോകണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം തള്ളിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി മുതൽ എല്ലാ വോട്ടെടുപ്പുകളിലും ആർക്കാണ് വോട്ട് പതിഞ്ഞതെന്ന് രേഖപ്പെടുത്തിയ സ്ലിപ്പ് വോട്ടർമാർക്ക് നൽകുന്ന VVPAT സംവിധാനം ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. Political parties were also informed that the commission will hold a challenge and offer opportunity to political parties to demonstrate that EVMs used in the recently concluded assembly elections were tampered or that EVMs can be tampered even under the laid down technical and administrative safeguards. Representatives of political parties have presented their detailed views and suggestions on each agenda item. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താമെന്ന ആരോപണം തെളിയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം നൽകും. ഇതിനായി അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജസ്റ്റിസ് കർണന്റെ മാപ്പപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചില്ല. അറസ്റ്റ് ഒഴിവാക്കണമെന്നും കർണന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യങ്ങളെല്ലാം പിന്നീട് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി രജിസ്ട്രാർ സ്വീകരിക്കുന്നില്ലെന്നും കർണന്റെ അഭിഭാഷകൻ പരാതിപ്പെട്ടു. അതേസമയം ജസ്റ്റിസ് കർണൻ മദ്രാസ് ഹൈക്കോടതിയിൽ കീഴടങ്ങിയേക്കും. അറസ്റ്റ് ചെയ്യാൻ 3 സംസ്ഥാനങ്ങളിലെ പോലീസ് തെരച്ചിൽ നടത്തവേ മാപ്പപേക്ഷയുമായി ജസ്റ്റിസ് കർണന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിച്ചു.
ശിക്ഷിച്ചാലും മാപ്പ് പറയാനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണൻ സുപ്രീം കോടതിക്ക് മുമ്പിലെത്തിയത്. കോടതി അലക്ഷ്യ കേസിൽ നിരുപാധികം മാപ്പ് പറയാൻ സന്നദ്ധനാണ്. കർണന് 6 മാസം തടവ് ശിക്ഷ വിധിച്ച 7-അംഗ ബെഞ്ചിന് അധ്യക്ഷത വഹിച്ച ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ കർണന്റെ അഭിഭാഷകൻ വിഷയം ഉന്നയിച്ചു. പക്ഷേ അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. 7-അംഗ ബെഞ്ച് വീണ്ടും ചേരുമ്പോൾ കർണന്റെ ആവശ്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ജസ്റ്റിസ് കർണൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നതിനാൽ ഇക്കാര്യത്തിൽ വേഗം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേകം അപേക്ഷ നൽകാൻ നിർദ്ദേശിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇതേ ആവശ്യവുമായി വരുന്നതെന്തിനെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സുപ്രീം കോടതി ഇടപെടാത്ത സാഹചര്യത്തിൽ കർണന്റെ നില വീണ്ടും പരിങ്ങലായി. അറസ്റ്റ് ഒഴിവാക്കാനുള്ള കർണന്റെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുകയാണ്. മാപ്പപേക്ഷ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ അറസ്റ്റ് വാറന്റ് സുപ്രീം കോടതി പുറപ്പെടുവിക്കില്ലായിരുന്നുവെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നീചവും നിന്ദ്യവുമായി വിവാഹമോചന രീതിയാണ് തലാഖെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. ഇഷ്ടമില്ലാത്ത വധശിക്ഷ നിയമപരമായി നിലനിൽക്കുന്നതുപോലെയാണ് മുത്തലാഖ് വ്യക്തി നിയമമായി തുടരുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. മുത്തലാഖിനെതിരായ ഹർജിയിൽ വാദം തുടരവെയാണ് ഭരണഘടനാ ബെഞ്ചിൽ നിന്നും സുപ്രധാനമായ പരാമർശങ്ങളുണ്ടായത്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതാ നിയമത്തിന് വിരുദ്ധമാണ് മുത്തലാഖെന്ന് മുതിർന്ന അഭിഭാഷകൻ രാം ജഠ്മലാനി ചൂണ്ടിക്കാട്ടി. മുത്തലാഖിനെതിരായ ഹർജിയിൽ 2-ാം ദിവസവും തുടർന്ന വാദത്തിൽ തലാഖ് ചൊല്ലി മൊഴി ചൊല്ലുന്ന രീതിക്കെതിരെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും കടുത്ത പരാമർശമുയർന്നു. മുസ്ലിം മതവിശ്വാസങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന നീചവും നിന്ദ്യവുമായ വിവാഹമോചന രീതിയാണ് മുത്തലാഖ്. റദ്ദാക്കിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും. മുസ്ലിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള വിവാഹമോചന രീതി ഉണ്ടോയെന്നും കോടതി ചോദിച്ചു. മുത്തലാഖ് പാപമാണെന്ന് അമിക്കസ് ക്യൂറി സൽമാൻ ഖുർഷിദ് ചൂണ്ടിക്കാട്ടി. എതിർക്കപ്പെടേണ്ടതാണെങ്കിലും വ്യക്തി നിയമമായി മുത്തലാഖ് നിലനിൽക്കുന്നുണ്ടെന്നും അമിക്കസ് ക്യൂറി അറിയിച്ചു. ഇഷ്ടമില്ലെങ്കിലും നിലനിൽക്കുന്ന വധശിക്ഷാ നിയമം പോലെയാണോ തലാഖ് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുചോദ്യം. മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും മുത്തലാഖില്ല. പാപമാണെങ്കിൽ പിന്നെന്തിനാണ് തുടരുന്നതെന്ന് കോടതി ചോദിച്ചു. പാപം ചെയ്യാൻ ഒരു മതവും അനുവദിക്കുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സ്ത്രീക്കും പുരുഷനും ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് മുത്തലാഖെന്ന് മുതിർന്ന അഭിഭാഷകൻ രാം ജഠ്മലാനി വാദിച്ചു. തലാഖ് വഴിയുള്ള വിവാഹമോചനത്തിന് ഉഭയകക്ഷി സമ്മതമില്ല. പുരുഷനാണ് ആധിപത്യം. ലിംഗസമത്വത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത്ത പറഞ്ഞു. തലാഖും ബഹുഭാരിത്വവും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും കനത്ത തിരിച്ചടി. ഇരുവർക്കുമെതിരെ ആദായ നികുതി വകുപ്പിന് അന്വേഷണം നടത്താമെന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതേ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിരപ്പിള്ളി പദ്ധതി നടക്കാൻ സാധ്യത കുറവാണെന്ന മന്ത്രി എം മണി. പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും എന്ത് ചർച്ച ചെയ്താലും വിവാദമാകുന്ന സാഹചര്യമാണെന്നും മന്ത്രി പറഞ്ഞു. നോർക്ക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടനം അടുത്ത വർഷം ആദ്യം തിരുവനന്തപുരത്ത് നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന നോർക്ക ഗവേണിംഗ് ബോർഡ് യോഗം തീരുമാനിച്ചു. പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുക, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, പ്രവാസക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. നിയമസഭാ സാമാജികർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവരാണ് സഭയിലെ അംഗങ്ങൾ. വർഷത്തിലൊരിക്കൽ സഭ സമ്മേളിക്കും. മാണിയുടെ മരുമകന്റെ പേരിലുള്ള റിസോർട്ട് കയ്യേറ്റ ഭൂമിയിലാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ അറിയിച്ചു. നെയ്യാറ്റിൻകര പൂവാറിലെ റിസോർട്ടിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കാനായി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിലാണ് ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. വരൾച്ച നേരിടാൻ മുൻകരുതലുകളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച 50 ദിവസം 100 കുളം പദ്ധതിയാണ് വിജയകരമായി പുരോഗമിക്കുന്നത്. തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത കൊടും വരൾച്ചയിൽ ദുരിതം പേറുമ്പോൾ ഇനിയെങ്കിലും ഈ സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത കാണിച്ചേ മതിയാകൂ. അതിനാലാണ് എറണാകുളം ജില്ലയിലെ കുളങ്ങളിലെയും ചിറകളിലെയും മാലിന്യം നീക്കി ജലം സംരക്ഷിക്കാൻ കലക്ടർ മുഹമ്മദ് വൈ സഫീറുള്ളയുടെ നേതൃത്വത്തിൽ 50 ദിനം 100 കുളം പദ്ധതി ആവിഷ്കരിച്ചത്. 5 ഘട്ടം പിന്നിടുമ്പോൾ പദ്ധതി അതിന്റെ ലക്ഷ്യത്തിലെത്തിയെന്ന് കലക്ടർ പറയുന്നു. നമ്മൾ ഇത് ഏപ്രിൽ 1 തൊട്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരു ഏകദേശം നേരത്തെ 2500 കുളങ്ങളോളം ഉണ്ടായിരുന്നു, ഒരു 25-30 കൊല്ലങ്ങൾ മുൻപ്. ഇപ്പോൾ അത് പ്രായോഗികമായി നോക്കിയാൽ 600-700 കുളങ്ങളേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട് ചെയ്യാനാണ് ശ്രമിച്ചു തുടങ്ങിയത്. മെയ് അവസാനം വരെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നത് കൊണ്ട് നമ്മൾ 100-ൽ നിർത്താതെ നമ്മൾ 120 വരെ പോകാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കുടിവെള്ളം അല്ലെങ്കിൽ ഇറിഗേഷൻ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നാൽ അത് നല്ല രീതിയിൽ പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശുദ്ധീകരിച്ച കുളങ്ങളുടെ സ്ഥിതി 3 മാസത്തെ ഇടവേളകളിൽ പരിശോധന നടത്തും. തുടർന്ന് മികച്ച രീതിയിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന സംഘടനകൾക്ക് പുരസ്കാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിത കേരളം മിഷൻ, കൊച്ചി കപ്പൽശാല, കുടുംബശ്രീ, നെഹ്റു യുവകേന്ദ്ര എന്നിവയ്ക്ക് പുറമെ അൻപോട് കൊച്ചി, നേതാജി യൂത്ത് മൂവ്മെന്റ് എന്നീ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി പുരോഗമിക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഈ പ്രവൃത്തി വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ പദ്ധതി മറ്റു ജില്ലാ ഭരണകൂടങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്.